പെരുമഴയായി. കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കർക്കിടക വാവിൻ്റെ തലേ ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം ഞാൻ ചെയ്യുന്ന ജോലികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ തുണികളുണ്ടായിരുന്നേ. അപ്പോൾ കർക്കിടകത്തിൻ്റെ അന്ന് നമ്മൾ തുണിയൊന്നും കഴുകാൻ നിൽക്കാറില്ല. അപ്പോൾ ഉള്ള തുണി ഞാൻ രാവിലെ കുറേ കഴുകിയിരുന്നു. പിന്നെ വൈകിട്ട് കുറച്ചുകൂടെ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ വൈകുന്നേരവും കഴുകിക്കഴിഞ്ഞ് അങ്ങനെ തുണിയെല്ലാം കൂടെ ഞാൻ വിചാരിച്ചു ഇനി മഴ എങ്ങാനും പെയ്ത് പുറത്തിട്ട് നനയണ്ട, അതുകൊണ്ടുള്ള തുണികളെല്ലാം കാർ ഷെഡ് ഇട്ട് കേട്ടോ. ഇത്രയും സ്പീഡൊന്നുമില്ല, സ്പീഡ് കൂട്ടി ഇട്ടയാണേ. അങ്ങനെ ഞാൻ അത്രയും ജോലി ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയാണേ ഇഞ്ചിക്കറി, നമുക്ക് തലേ ദിവസം തന്നെ ഞാൻ ഇഞ്ചിക്കറി അങ്ങ് വെച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി ചുരണ്ടിക്കൊണ്ടിരിക്കുവാണേ. പിന്നെ മാങ്ങ, നമ്മൾ അതിനകത്തേക്ക് മാങ്ങാച്ചാറിനുള്ള മാങ്ങയാണ്, അതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് പുരട്ടി വെച്ചിരുന്നേ. ഇനി കടുക്, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെയാണ് കേട്ടോ. മാങ്ങാച്ചാറിടാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ മാങ്ങാച്ചാറെല്ലാം ഇട്ട് തീർന്നു. അതിനുശേഷം നമ്മൾ വീടെല്ലാം നല്ല തുടയ്ക്കാനായിട്ട് വന്നേക്കുവാണ് കേട്ടോ. തലേ ദിവസത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ വീടെല്ലാം നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബെഡ്ഷീറ്റും തലാണയുറകളും എല്ലാം മാറ്റി. അപ്പോൾ വാവിന് നമ്മൾ എല്ലായിടും ഇതുപോലെ വൃത്തിയാക്കി ഇടും കേട്ടോ. ഇനി അതിനുശേഷം ഇഞ്ചിക്കറി വെക്കാൻ പോവാണ് ഞാൻ കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇഞ്ചിക്കറി വെക്കുന്നത്. എത്ര നാൾ വേണേലും കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായതിനകത്തേക്ക് നമ്മൾ വട്ടത്തിലാണ് കേട്ടോ ഇഞ്ചി വളരെ സ്ലൈസായിട്ട് വട്ടത്തിലരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്ത് അവിടെ തീ കുറച്ച് വെച്ച് ഇത്രയും നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്ത് ഒരു തുള്ളി പോലും വെള്ളാംശമില്ലാത്ത പാത്രമായിരിക്കണേ. ആ പ്ലേറ്റിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളമല്ല, എണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി കോരിയിട്ടുണ്ട്. ഇഞ്ചി കോരിയ അതേ എണ്ണയ്ക്കകത്ത് തന്നെ ചുമന്നുള്ളിയും അതുപോലെ തന്നെ സ്ലൈസായിട്ട് വട്ടത്തിലരിഞ്ഞ് എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും നല്ല രീതിയിൽ ചെറിയ തീക്കകത്ത് കിടന്ന് നല്ല രീതിയിലൊന്നും അങ്ങോട്ട് മൂത്ത് വരണം കേട്ടോ. താണ്ടേ ഈ ഒരു പരുവം. അപ്പോൾ അതും അങ്ങോട്ട് മൂത്ത് വന്ന് അതിനെ എണ്ണയ്ക്കകത്ത് ഞാൻ കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലൊന്ന് ആറി കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് അടിച്ച് എടുക്കുക കേട്ടോ, പൊടിച്ചെടുക്കും. ഇനി അതിനകത്തേക്ക് കടുകിട്ടു. ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ കടുകിട്ട് കറിവേപ്പില ഇട്ട് തണ്ടേ ആ ഇഞ്ചിയും ഉള്ളിയും കൂടാണ് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് ഞാൻ ഇതുപോലെ തണ്ടേ പൊടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. പൊടിച്ചെടുത്ത് ഇനി വേണ്ട പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം കൂടെ നമ്മൾ താണ്ടേ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. ആ പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് പൊടികളെല്ലാം നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പ് കുറച്ച് പിഴുപുള്ളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിഴുപുള്ളി പിഴിഞ്ഞ് താണ്ടേ ഒഴിച്ചേക്കുവാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിക്കുമ്പോഴാണ് അതെല്ലാം ഒന്ന് സെറ്റായി വരുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യാനുസരണത്തിന് കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ഇടാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം കേട്ടോ. 101 കറിക്ക് സമമാണ് ഒരു ഇഞ്ചിക്കറി എന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമായിരിക്കും. എത്ര കാലം വേണേലും ഇത് കേടുകൂടാതിരിക്കുകയും ചെയ്യും കേട്ടോ. ഓണത്തിന് ഞങ്ങൾക്ക് ഇത് എടുക്കാനുണ്ട്. പിന്നെ സമയം ഏകദേശം 11 മണിയാവാറായി കേട്ടോ. എല്ലാ ജോലികളും തീർന്ന് ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് കുളിച്ച് അച്ചായി അമ്പലത്തിൽ നിന്ന് വന്ന് ഒരുങ്ങി ഞാനും ഒരുങ്ങിയത്. അപ്പോൾ 11:05 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കർക്കിടക ബാബിന് ബലി അർപ്പിക്കാൻ വേണ്ടി പോകുവാണ് കേട്ടോ. ഞങ്ങൾ തിരുമുല്ലാവാരത്തേക്കാണ് ബലി ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പെട്രോൾ പമ്പിൽ കയറി നമ്മുടെ സ്കൂട്ടറിലേക്ക് കുറച്ച് പെട്രോളും ഒക്കെ അടിച്ചതാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആനന്ദല്ലീശ്വരം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലായിടവും പോലീസുകാർ നേരത്തെ 9 മണിക്ക് ആകുമ്പോഴത്തേക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്യും കേട്ടോ. ഈ പ്രാവശ്യം കർക്കിടക ബാബ് ബലി വരുന്നത് 2 മണിക്കാണ് ബലിയുടെ സമയം. 12 മണിക്ക് ബലി തുടങ്ങും. പക്ഷേ നമ്മുടെ തിരുമുല്ലാവാരത്തൊക്കെ ദേവസ്വത്തിൻ്റെ വകുപ്പിലെന്ന് പറഞ്ഞാൽ 2 മണിക്ക് അവർ ബലിയുടെ തുടങ്ങത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊല്ലത്ത് മുളങ്കാടകം ദേവീക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. മുളങ്കാടകം ദേവീക്ഷേത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അച്ചായുടെ കയ്യിലുള്ള കവറിനകത്താണ് തോർത്താണ് കേട്ടോ. തോർത്ത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നേരത്തെ മേടിച്ചിങ്ങനെ കവറിൽ കൊണ്ടുവന്നുകൊണ്ട് വഴിയിലൊന്നും മേടിക്കാൻ നിൽക്കത്തില്ല. അമ്പലത്തിൽ അത്തപ്പൂക്കൾ ഇടാനാണെന്ന് തോന്നുന്നു. ബാങ്ക് ചെല്ലാൻ പറ്റിയ വല്ല വഴിയുണ്ട്, അതിൽ വല്ല പോകാൻ പറ്റുമോ? ഇത് വർഷക്കാലം നടക്കും. ഡ്യൂട്ടിയാണ്. ഞാനും അച്ചായി ആണെങ്കിൽ നടന്ന് മുളങ്കാട് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടത്തേൽ സൈഡിലുള്ള വഴി കൂടെ പോയാൽ വിഷ്ണുത്വ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളെ. ആ വഴി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൽ ഒരു തിരുമേനിക്കാരൻ വന്നിട്ട് അച്ചായി എടുത്ത് ചോദിക്കുകയാണ് എനിക്ക് അമ്പലത്തിലോട്ട് പോകണം, എങ്ങനെ പോകണമെന്ന് ചോദിച്ചേ പുള്ളി. നോക്കിക്കേ, രാത്രി ഒന്നാമത് ഇരുട്ടത്തൂടെ മനുഷ്യൻ നടക്കുക, മുടിഞ്ഞ മഴയും പെയ്യുന്നല്ലേ അച്ചായി. എന്ത് ചെയ്യാൻ, ഞങ്ങൾ മഴയത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കയറി നടക്കുകയാണ്. കറക്റ്റ് ഞങ്ങൾ അഞ്ചല് മൂട്ടിൽ നടക്കുമല്ല കേട്ടോ. അപ്പോൾ
കണ്ടല്ലോ നമ്മൾ പകുതി വഴി നടന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ അങ്ങ് മഴ ഉറച്ച്. എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് വലിയ മഴയില്ല, ചാറി അങ്ങ് നിന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ വിഷ്ണുത്തുകാവ് അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും ഞങ്ങൾ തിരുമുല്ലാവാരം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഏതോ ഒക്കെ കുറുക്ക് വഴിയുടെ കൂടെ നമ്മൾ കയറി വന്നത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം കേട്ടോ. അങ്ങനെ താണ്ട എല്ലാ അമ്മമ്മമാരും ആൻറ്റിമാരും എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് വഴിയോര കടകൾ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഒരു കാര്യം, നമ്മളങ്ങ് എന്താ പറയണ്ട, അഞ്ചേലുമുട്ടിൽ വരുവാണെങ്കിൽ ഇതിനെക്കാട്ടി ഇരട്ടി കടകളും കാര്യങ്ങളും ഒക്കെ കാണാവേ. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ദേവിമാരുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തോർത്തൊക്കെ വിൽക്കാൻ ഇങ്ങനെ തോർത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. നമ്മൾ നേരത്തെ മേടിക്കുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്യാമറ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കയ്യിലാണ് കുടയോ റെയിൻകോട്ടോ ഒന്നുമില്ല. ആകപ്പാട് ബലി തിറപ്പിക്കാനുള്ള തോർത്ത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ കൃത്യമായിട്ട് നമ്മുടെ തിരുമുല്ലാവാരം ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ജനങ്ങൾ മഴയായതുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ദേവസ്വത്തിൻ്റെ ബലി എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങുന്നത് കൃത്യം 2 മണിക്ക് മാത്രമേ അവർ ആരംഭിക്കത്തുള്ളൂ. ബാക്കിയുള്ള ബലികൾ ദർപ്പണ കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ കടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 12 മണിയാകുമ്പം ബലി തുടങ്ങും. അപ്പം അത് ആരംഭിക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചായിയെ സംബന്ധിച്ച് എന്തുവാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, നമുക്ക് അച്ചായിക്ക് വെളുപ്പാങ്കാലത്ത് അമ്പലത്തിൽ പോകണം കേട്ടോ. അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് 2 മണിക്ക് ദേവസ്വത്തിൻ്റെ ബലി ഇടാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. കാര്യം അപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അന്നേരവേ ഇഞ്ഞ് കയറും. നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല ജനം. ഓരോ അവിടെ കൗണ്ടറുകളിലും ജനം ഫുള്ളായിട്ട്, ദേവസ്വത്തിൻ്റെ കൗണ്ടർ ഫുള്ളും തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ദേവസ്വത്തിൻ്റെ കൗണ്ടറിലാണ് ബലി ഇടാറ്. അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നേ പെരുമഴയെന്ന് പറഞ്ഞാൽ പെരുമഴ കേട്ടോ. അങ്ങനെ അച്ചായിയുടെ എൻ്റെയൊക്കെ ചെരുപ്പ് നമ്മൾ വെളിയിലാണ് ഇടേണ്ട. കാര്യം അവരെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടേക്കുമല്ലേ, ചെരുപ്പ് എല്ലാം ഒലിച്ചു പോയി വെള്ളത്തിൽ. അങ്ങനെ ഞങ്ങൾ മഴയും കണ്ട് ഇങ്ങനെ നിൽക്കുക, എന്തോ ചെയ്യാനാണ്. അങ്ങനെ ഞാനും അച്ചായും പറഞ്ഞു, ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് അച്ചായി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ചായിക്ക് ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോകണ്ടേ, അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് ബലി ഇടാം. കാരണം ദേവസ്ഥത്തിന് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി കറങ്ങി നോക്കി. അവരെല്ലാവരും പറഞ്ഞു ഒരു രക്ഷയില്ല, 2 മണിക്ക് മാത്രമേ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാം ഇങ്ങനെ അന്തം വിട്ട് സ്തംഭിച്ച് നിൽക്കുക. നേരത്തെ രസീതൊക്കെ എടുത്തവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിൽ, അതായത് നമ്മുടെ കടലിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ആ ഒരു സൈഡിൽ ഇങ്ങനെ ബലിയർപ്പണം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ബലിയർപ്പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ 2008 മരിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് 8 വയസ്സ് മാത്രമാണ് പ്രായമേ. എൻ്റെ 8 വയസ്സ് മുതൽ ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി ബലി അർപ്പിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രായപൂർത്തിയായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ശരിക്കും പേടിയായിരുന്നു. എൻ്റെ ദൈവമേ, ഇനി ഓരോ ഇതിങ്ങനെ തടസ്സങ്ങൾ വരത്തില്ലേ, മോക്ക് മുടങ്ങത്തില്ലേന്ന്. പക്ഷേ എന്തോ എൻ്റെ ഭഗവാന്റെ അനുഗ്രഹമാണോ എൻ്റെ അച്ഛൻ്റെ ആത്മാവിൻ്റെ ഇതാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് എനിക്ക് 26 വയസ്സുണ്ട് കേട്ടോ. എൻ്റെ 8 വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ്. ഇത്രയും നാൾ കൊണ്ട് എനിക്ക് പീരിയഡ്സ് ആവട്ടെ അങ്ങനെ ഒരു തടസ്സങ്ങളും എൻ്റെ അച്ഛന് ബലിയിടാൻ വേണ്ടി എനിക്ക് ഒരു തടസ്സങ്ങളും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല കേട്ടോ. ഈ നിമിഷം വരെ, ഞാൻ 2008 മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഒരു തടസ്സങ്ങളും എനിക്കില്ലാതെ അച്ഛന് മുടങ്ങാതെ ബലി അർപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് എത്ര വയ്യെങ്കിലും, പനിയാണെങ്കിലും തളർന്നു കിടന്നാലും എങ്ങനെയാണെങ്കിലും ഞാൻ അവിടെ എത്തിയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനാണ് ആദ്യം ബലി ഇടുന്നത്. ബലി ഇടാനായിട്ട് താണ്ട ഞാൻ കടലിലേക്ക് പോയി നമ്മൾ തോർത്തും എല്ലാം ഒന്ന് നനച്ച് മുങ്ങി വന്ന് ഇവിടെ കർമ്മം ചെയ്യുന്നിടത്ത് വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നല്ലൊരു കർമ്മിയായിരുന്നേ. നല്ല വിശദമായിട്ട് നമുക്ക് മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് എല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് തിരുമേനിയും കുടയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരുന്നൊരു മോൻ പറഞ്ഞു, ചേച്ചി എനിക്കും എന്താ പറയട്ടെ, കാല് മടക്കി ഇരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കും കാല് മടക്കിയൊന്നും ഇരിക്കാൻ വലിയ വശമില്ലേ, എനിക്ക് മുട്ടുകുത്തി ഇരിക്കാനാണ് വശം കേട്ടോ. അപ്പോൾ അവർ സ്റ്റൂള് തരട്ടെ. ഞാൻ പറഞ്ഞു സ്റ്റൂളൊന്നും വേണ്ട, ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് മുട്ടുകുത്തിയാണ് ഇരിക്കുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, മുട്ടുകുത്തി നമസ്കരിച്ച് നമുക്കിരുന്ന് ബലിയിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ബലിയെല്ലാം ഇട്ട് നമ്മൾ താണ്ട കടലിൽ കൊണ്ടുവന്ന് എല്ലാം ഒഴുക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കടൽ ഇങ്ങനെ കാണുന്നെങ്കിലും ഭയങ്കര തിരയായിരുന്നേ. അപ്പം ഞാൻ ഇതിനു മുമ്പ്, കല്യാണത്തിന് മുമ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ വീട് മുണ്ടക്കലാണ്. അപ്പോൾ മുണ്ടക്കൽ പാവനാശനത്ത് നമ്മുടെ അവിടുത്തെ കടപ്പുറത്തായിരുന്നു ഞാൻ എല്ലാ പ്രാവശ്യവും കല്യാണത്തിന് മുമ്പ് പോയി ബലിയിടുന്നത്. അവിടുത്തെ കടലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, നമ്മളെ കൊണ്ടുപോകുന്ന കണക്കുള്ള കടലാണ് മുണ്ടക്കൽ പാവനാശനത്തിൻ്റെ കടൽ, നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ കടൽ. അത്രയ്ക്ക് ഭീകരമായ കടലാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഈ കൊച്ചിലെയൊക്കെ ബലിയിടുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മ ദൂരെ നിൽക്കത്തല്ലേ ഉള്ളൂ, അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു, കൊച്ചല്ലേ. അപ്പോൾ ഈ കടലിൽ ഇങ്ങനെ പോകുമ്പം പേടിയായിരുന്നു കേട്ടോ. പക്ഷേ അതെല്ലാം മാറി. ഇപ്പോൾ അച്ചായിയും കൂടെ വന്നതുകൊണ്ട്, അച്ചായിയുടെ അച്ഛനെ മരിച്ചു പോയതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരുമുല്ലാവാരത്ത് ഇനി വരും. തിരുമുല്ലാവാരത്ത് നമുക്ക് ബലിയിട്ട് കഴിയുമ്പോൾ മനസ്സിനൊരു വളരെയധികം തൃപ്തിയാണ് കേട്ടോ. നല്ല കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. മഹാവിഷ്ണു ഈ കടലിലാണ് ഉള്ളത് എന്നൊക്കെ പറയും. അതൊരു സത്യം തന്നെയാണ്
ഭംഗിയാണ് കേട്ടോ. കടലിൽ കാണുമ്പോൾ തന്നെ ഒരു ശാന്തതയാണ്, നമുക്ക് വളരെ സമാധാനത്തിൽ നിന്ന് ഇടാൻ പറ്റുമേ. അങ്ങനെ അച്ചായും ബലിയെല്ലാം അർപ്പിച്ചിട്ടുണ്ട്. അർപ്പിച്ച് കഴിഞ്ഞ് കടലിൽ ഇങ്ങനെ മുങ്ങാൻ നിൽക്കും. ഞാൻ പറഞ്ഞ് അധികം മുങ്ങാൻ നിൽക്കേണ്ട, ഒന്നാതെ മഴയെല്ലാം നനഞ്ഞ് നിൽക്കുകയാണ്, നമുക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ടേ കുളിക്കത്തുള്ളൂ കേട്ടോ. വീട്ടിൽ നമ്മൾ പുറത്ത് ബാത്റൂമുകളുണ്ട്, പുറത്ത് കുളിച്ച് വൃത്തിയായിട്ടേ കയറത്തുള്ളേ. അമ്മ ഡ്രസ്സെല്ലാം എടുത്ത് പുറത്ത് വെച്ചേക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബലിയെല്ലാം അർപ്പണങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് താണ്ട നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും ആൾ കൂടി. അപ്പോഴത്തേക്ക് സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ബ്ലോക്കായി. അങ്ങനെ ഞങ്ങൾ താണ്ട തിരിച്ച് വീട്ടിൽ വന്ന് അച്ചായി ആണെങ്കിൽ വെളുപ്പാങ്കാലത്ത് ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സമയം എന്ന് പറഞ്ഞാൽ 8 മണിയായിട്ടുണ്ട്. നമ്മളിവിടെ വെച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛന്, അതായത് എൻ്റെ അച്ഛന് എന്തൊക്കെയാണോ ഇഷ്ടം അതെല്ലാം അനുസരിച്ച് വെച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ 3-4ാമത്തെ കുളിയാണ് കേട്ടോ. കർക്കിടകമാകുമ്പോൾ എനിക്ക് ഒരുപാട് കുളിക്കണമേ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി 2 ഈർക്കിൽ പിച്ച് എടുത്തുകൊണ്ട് നമുക്ക് വാഴയില ഇല്ലാത്തതുകൊണ്ട് പ്ലാവിൻ്റെ ഇലയ്ക്കകത്ത് പേസ്റ്റ്, പണ്ട് ഉമിക്കിരി ആയിരുന്നു കേട്ടോ. ഇന്ന് ഒരുപാട് ഉമിക്കിരി ഞാൻ തിരക്കിയിട്ട് എനിക്ക് ഉമിക്കിരി കിട്ടിയില്ല. അങ്ങനെ കിണ്ടിക്കകത്ത് വെള്ളം, അവർക്ക് പല്ല് തേക്കുക, ആത്മാക്കൾ വന്ന് പല്ല് തേക്കുക കാപ്പി കുടിക്കുന്നതിന് മുമ്പ് എന്നൊരു രീതിയിലാണ് നമ്മളിത്, ആ ഒരു വിശ്വാസത്തിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് തൊഴുത് സങ്കല്പിക്കുകയാണ്. മരിച്ചുപോയ എൻ്റെ അച്ഛനും എൻ്റെ അച്ചാമ്മയും അച്ചാച്ചനും അങ്ങനെ എല്ലാവരെയും ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിണ്ടിക്കകത്ത് വെള്ളം, പേസ്റ്റ് എല്ലാം വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് വാഴയില ഇല്ലാത്തതുകൊണ്ട് കാക്കയ്ക്ക് പുറത്ത് ഇഡ്ഡലിയും സാമ്പാറും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവിനെ ഞാൻ അച്ചായി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ചായി എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛനെ എനിക്ക് മുല്ലപ്പൂ മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മുല്ലപ്പൂ മാലയൊക്കെ ഇട്ട് അച്ഛനെ രാവിലെ ഒരുക്കി അച്ഛന് ഇഡ്ഡലിയും സാമ്പാറും ചായയും ഒക്കെ വെച്ച് കൊടുത്തേ. അത് അച്ഛൻ്റെ ഗ്ലാസ് തന്നെയാണ് കേട്ടോ, ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അടുക്കളയിലേക്ക് സദ്യവട്ടങ്ങളുടെ തിരക്കിലാണ് കേട്ടോ. എല്ലാം മീൻ പൊരിക്കണം, ചീനി മീൻകറി. അച്ഛന് ചീനി മീൻകറിയും പൊരിച്ച മീനൊക്കെ വലിയ ഇഷ്ടമാണ്. ഇനി അച്ഛന് സദ്യ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. നാരങ്ങ, മാങ്ങ, ഇഞ്ചി, ചിപ്സ്, പിന്നെ നമ്മുടെ പച്ചടി, കിച്ചടി, തോരൻ, അതുപോലെ തീയൽ, ഇത് ചുവപ്പൻ കോര പൊരിച്ചത്, പിന്നെ ചോറ്, പരിപ്പ്, സാമ്പാർ, പപ്പടം, ചീനി, ചൂര, മീൻകറി, പഴം. പിന്നെന്ന് പറഞ്ഞാൽ അച്ഛന് ബ്രഹ്മസലി പായസം അത്ര ഇഷ്ടമല്ല, അച്ഛന് അടപ്രഥമനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ അടപ്രഥമൻ പായസം, പിന്നെ അച്ഛന് ഇത്തിരി മദ്യമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതും എല്ലാം മേടിച്ച് കൊടുത്ത് അങ്ങനെ താണ്ട അമ്മയാണെങ്കിൽ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഭർത്താവാണെങ്കിൽ മീനോ കാര്യങ്ങളോ ഒന്നും കൂട്ടാത്തൊരു വ്യക്തിയാണ് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ കർക്കിടക വാവ് ബലി എനിക്ക് ഭംഗിയായി നിറവേറ്റാൻ പറ്റി. എൻ്റെ അച്ഛന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റി. അതിന് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും എൻ്റെ ഭാഗ്യവും എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, എന്നെ മനസ്സിലാക്കുന്ന ആളെ കിട്ടിയെന്നതാണ്. എൻ്റെ അച്ഛൻ്റെയും കൂടി അമ്മയുടെയും ഭാഗ്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.